ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഹലോ, മായ മാഡം അല്ലേ? അതെ. ശ്രീനിവാസൻ സാർ അടുത്തുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളാരാ? ഞാന് സാറിന്റെ ഒരു ഫ്രണ്ടാ. എന്താ പേര്? ലൂതർ മാർട്ടിൻ കിങ്. ഏ, എന്താ പറഞ്ഞു? ലൂതറേ, ലൂതർ. അല്ല, ഞാൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതാ ഞാൻ മാഡത്തിനെ ബുദ്ധിമുട്ടിച്ചത്. സാരമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചോളാം. ആ, ഹലോ മാഡം, പറയൂ. ദത്ത, എനിക്കിപ്പോ ശ്രീനി അന്വേഷിച്ചൊരു കോള് വന്നു. എന്തോ അയാളുടെ സംസാരത്തിൽ എനിക്കൊരു ദുരൂഹത. ആരാണെന്ന് പറഞ്ഞില്ലേ മാഡം? ഞാൻ ചോദിച്ചപ്പോ ലൂതർ എന്നാ പറഞ്ഞത്. പക്ഷേ ഫോണിൽ കാണിച്ചത് ലൂയിസ് എന്നാ. ദത്ത, എനിക്കൊരു സംശയം. എന്താ മാഡം? അന്ന് ഞങ്ങളുടെ വീട്ടിലും അവിടെയൊക്കെ ബുക്സ് തേടി ഒരു ലൂയിസ് വന്നില്ലേ, ഹൈറേഞ്ചിൽ നിന്ന്? ഇത് അയാള് തന്നെയാണെന്ന് സംശയമുണ്ട്. അയാൾ എന്തിന് ശ്രീനിവാസ് സാറിനെ വിളിക്കണം? അതാ ഞാനും ആലോചിക്കുന്നത്. മാഡം ടെൻഷൻ ആവണ്ട, ഇതെനിക്ക് വിട്ടേക്ക്. ഞാൻ അവനെ പൊക്കിക്കോളാം. എത്രയും പെട്ടെന്ന് അവനെ ചോദ്യം ചെയ്ത ശേഷം വിവരം എന്നെ അറിയിക്കണം. ശരി മാഡം. ഹര ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര 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 ഹരോ ഹര ഹര. നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കണത്? ഇതിനിപ്പോ ഗുണ്ടകളൊന്നും വേണ്ട, ഞാൻ മതി. നേരെ പോയി അവളപ്പൊക്കി തന്റെ കൺമുമ്പിൽ കൊണ്ടുവന്നിട്ട് തരും. അതൊന്നും ശരിയാവില്ല. അതന്നെ
അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്നാ പിന്നെ നീ അവളെ മറന്നേക്ക്. ഡാ, ആണുങ്ങളായ കുറച്ച് തൻ്റെ ഇടമൊക്കെ വേണം, അല്ലെങ്കിൽ പണിക്ക് ഇറങ്ങരുത്. നിന്റെ ഈ ഭീരുത്വം കൊണ്ടാ അവന്മാര് കയറി ഗോളടിച്ചിട്ട് പോയത്. അല്ലെങ്കിൽ ലോകത്ത് കേട്ടുകളുള്ള കാര്യമല്ലേ തോണത്? ഇത്രയും കാലത്തെ ബന്ധമുള്ള നിന്നെ ഉപേക്ഷിച്ച് ആ പെങ്കൊച്ചി ഇന്നലെ കണ്ട വായനോക്കിലൂടെ പോവോ? അവളെ കുറ്റം പറയാൻ പറ്റിയല്ല. നിന്നെ പോലെ മനസ്സിന് ബലമില്ലാത്ത ഒരുത്തിന്റെ കൂടെ ജീവിക്കണമെങ്കിലും ഭേദം അവന്മാരാണെന്ന് അവള് വിചാരിച്ചു കാണും. എടാ, ഇവിടെ പേടിയും ആശങ്കയല്ല, കാടിന്റെ നിയമോ ഞങ്ങൾക്ക് ബാധകം. അത് പോരാട്ടമാ, അന്ത്യം വരെയുള്ള പോരാട്ടം. ഒരാൾ മരിച്ചു വീഴുന്നതാ കളിയുടെ അവസാനം. അതിനെ മനോബലമില്ലാത്തവൻ ഇറങ്ങി പുറപ്പെടരുത്. നിനക്കവളെ വേണമെങ്കിൽ പറ, പോക്കിയെടുത്ത് കാൽച്ചോട്ടിൽ കൊണ്ട് നിർത്തി തരാം. അതല്ല ഈ ജന്മം മുഴുവൻ അവളെ ഓർത്ത് കരയണ തീരുമാനമെങ്കിൽ നിന്റെ ഒറ്റത്തുള്ളി കണ്ണീര് എന്റെ കൺമുമ്പിൽ വീണു പോരുത്. ഡാ, ജീവിക്കുമ്പോ ആണായിട്ട് നട്ടല് നിവർത്തി ജീവിക്കണം. അവളെന്ത് ചിന്തിക്കുമെന്നല്ല, അവളെന്ത് ചിന്തിക്കണമെന്ന് നീ തീരുമാനിക്കണം. ആലോചിച്ച് പറഞ്ഞാ മതി. നീ ഒരു വാക്ക് പറഞ്ഞാ അവരെ കൊന്നിട്ടാണെങ്കിലും അവളെ ഞാൻ നിനക്ക് തിരിച്ചു തരും. ആ പറഞ്ഞതിലും കാര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ തിരിച്ചുകൊണ്ടുവരുന്നതാ മിടുക്ക്. ലൂയിസ് മുതലാളിയും നമ്പടി മുതലാളിയും എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. അവരുടെ കെണിയിൽ വീണ ഒറ്റ പെണ്ണും ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല, ഈ ഞാനടക്കം. മാഡം, ശ്രീനിവാസ സാർ വന്നിട്ടുണ്ട്.